രാഷ്ട്രീയക്കാരെ എതിർക്കുന്നു. പക്ഷെ അവരുടെ മക്കളുടെ കല്യാണം വരുമ്പോൾ നേരത്തെ തന്നെ പോയിട്ട് കൂടുന്നു. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു പരിപാടിയാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിൽ ഭയങ്കര സൗഹാർദ്ദത്തിലാണ്, എല്ലാവരും സൗഹാർദ്ദത്തിലാണ്. ഉദാഹരണത്തിന് ഇവിടെ ലീഗുകാരുണ്ടാവും, മാർക്സിസ്റ്റുകാരുണ്ടാവും, അതേപോലെ തന്നെ കോൺഗ്രസ്സുകാരുടെ ഒരു മഹല്ലാവുമ്പോൾ എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും. നമ്മൾ താഴേക്കടയിലേക്ക് കിടന്നിട്ട് അങ്ങനെ തല്ലും. പക്ഷെ അതിൻ്റെ മേലേക്ക് പോകുമ്പോൾ എല്ലാവരും വളരെ സൗഹാർദ്ദത്തിലായിരിക്കും. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. ആ സൗഹാർദ്ദമാണ് നമുക്കും ഇഷ്ടം. ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയെക്കുറിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചിലപ്പോൾ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എന്തെങ്കിലും പറയും. അവരുടെ ചെയ്തികളെക്കുറിച്ചാണ് പറച്ചിലത്, വ്യക്തികളെക്കുറിച്ചല്ല. നമ്മളെ വിമർശനങ്ങൾ വ്യക്തികളോടാകരുത്, ചെയ്തികളോടായിരിക്കണം. വ്യക്തികളെ നമ്മൾ വിമർശിക്കാൻ പാടില്ല, അവരുടെ ചെയ്തികളെയാണ് വിമർശിക്കേണ്ടത്. സഹാബാക്കൾ പറയാറുണ്ട്, ഞങ്ങൾ ഒരിക്കലും മോശക്കാരനായ വ്യക്തിയെ ഞങ്ങൾ വെറുക്കില്ലായിരുന്നു, ആ മോശത്തരത്തെയായിരുന്നു ഞങ്ങൾ വെറുക്കുക. ആസി എന്നതാണ്. ആസി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത ആളുണ്ടല്ലോ, ആളെ വെറുക്കൂല. അങ്ങനെ അതിന് ഉദാഹരണം പറഞ്ഞത് എന്താ? ഒരു മാതാവ് കുട്ടിയെ എങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കാൻ, ആ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുന്ദരമായി വളർത്തി പൗഡറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പമ്പേഴ്സ് കെട്ടിക്കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് കാഷ്ടിക്കുക. ചെറിയ കുട്ടിയാണ്, ആകെ 2 മാസമേ ആയിട്ടുള്ളൂ. ആ 2 മാസം 3 മാസമായ ആള് ഒന്ന് മൂത്രിച്ചു, ഒന്ന് കാഷ്ടിച്ചു. അതിൻ്റെ പേരിൽ ഒരിക്കലും ഉമ്മ ഇങ്ങനെ എടുത്തിട്ട് ദൂരേക്ക് കുട്ടിയെ വലിച്ചെറിയില്ല. കാരണം ആ കുട്ടിയോടല്ല ദേഷ്യം, ആ കുട്ടി അപ്പിയിട്ട അപ്പിയോട് മാത്രമാണ് നമുക്കൊരു മുഷിപ്പുള്ളത്. ഇതേ രീതിയിലായിരിക്കണം നമ്മൾ ആളുകളെ കൈകാര്യം ചെയ്യുമ്പോൾ, ആളുകളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. നമുക്കെല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. ഒന്നും കൂടി ഉയർന്ന രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കോൺഫിഡൻസിന് വേണ്ടി മാത്രം പറഞ്ഞോട്ടെ, ഇന്നൊരുപാട് വിദ്യാർത്ഥികൾ കൗൺസിലിങ്ങിന് വേണ്ടി വിളിക്കുന്നത്, ഒരുപാട് പെൺകുട്ടികൾ കൗൺസിലിങ്ങിന് വേണ്ടി അവരുടെ മാതാപിതാക്കൾ വിളിക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്നറിയോ? അവർക്ക് ദീനിൽ കോൺഫിഡൻസ് ഇല്ല എന്ന പേരിലാണ്. ദീനിൽ അവർക്ക് കോൺഫിഡൻസ് ഇല്ല. നമ്മളൊരു മാഹോലിൽ കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകില്ല. ഉദാഹരണത്തിന് ഫൈസി സാബ്, നിങ്ങൾ വാഫികളുടെ ഇടയിൽ മാത്രം കഴിയുമ്പോൾ കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല. അതും കൂടി അന്വേഷിക്കുമ്പോൾ അതറിയുള്ളൂ. സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല, കാരണം നമ്മൾ ആ മാഹോലിലാണ്. നമ്മളെപ്പോഴും പള്ളിയിൽ, നമ്മളെപ്പോഴും ദിക്റിൽ, നമ്മളെപ്പോഴും അതിൻ്റെ ഹൽക്കകളിൽ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും അതിൻ്റേതായ പരിപാടികളിൽ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ലോകം മുഴുവനും നല്ല ഉഷാറാണെന്നാണ്. പക്ഷേ നിങ്ങളറിയോ, നിങ്ങളുടെ ഈ ജില്ലയിൽ, എൻ്റെ ജില്ലയിൽ ഇഷ്ടം പോലെ ഡിങ്കോയിസത്തിൻ്റെ ക്ലബ്ബുണ്ട് എന്ന കാര്യം? എന്താ ഡിങ്കോയിസം? ഡിങ്കോയിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിങ്കനെ ആരാധിക്കുക എന്നുള്ളൊരു ഗ്രൂപ്പാണ്. അത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതാണ്. ഡിങ്കൻ ആരാധിക്കുക. ഡിങ്കോ എന്ന് വിളിക്കുമ്പോൾ ഡിങ്കൻ ഓടി വരുമെന്ന പ്രത്യാശയോട് കൂടിയിട്ട് വെറുതെ കളിയാക്കിക്കൊണ്ട് പടച്ചോനെ ഡിങ്കനാക്കി മാറ്റുക. അതിന് ഡിങ്കോയിസം എന്ന പേര്. ഇതിന് എത്ര ക്ലബ്ബുകളുണ്ടെന്നറിയാം കേരളത്തിൽ? അത് അന്വേഷിച്ച് പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവും. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഒന്നും നാട്ടിലൊന്നും മുക്കിലും മൂലയിലൊന്നും മയക്കുമരുന്നതൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ അത് എത്തി ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരെ എത്തിയിട്ടുണ്ടാകും. ആ അവസ്ഥയിലാണ് ഇന്ന് അതിൻ്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അറിയുന്നില്ല, കാരണം നമ്മൾ മറ്റൊരു മാഹോലിലാണ്. ഉദാഹരണത്തിന് പറമ്പ് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, ബ്രോക്കർമാരായ ആൾക്കാരോ അല്ലെങ്കിൽ നല്ല ഡീലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും അവരുടെ കൂട്ടത്തിൽ തന്നെ ആകുമ്പോൾ അവർക്ക് അതിൻ്റെ വിവരങ്ങളേ ഉണ്ടാവുള്ളൂ. ആ ആധാരം കേടാണോ, ഈ പറമ്പ് എങ്ങനെ, അവരിങ്ങനെ പോകുമ്പോൾ പറമ്പേ നോക്കുള്ളൂ. നല്ല ഷേപ്പുള്ള പറമ്പ് എവിടെയാണ്, തെങ്ങുംതോപ്പ് എവിടെയാണ്, ബിൽഡിങ് കയറ്റാൻ പറ്റിയത് എവിടെയാണ്, അതെവിടെയാണ്, ഇതെവിടെയാണ്. കാരണം അവരുടെ മനസ്സിലേക്ക് അതേ കയറി വരുള്ളൂ. ഓരോ മനുഷ്യനും അവനവൻ്റെ കണ്ണട വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചില ആളുകൾ റിയൽ എസ്റ്റേറ്റിൻ്റെ കണ്ണടയാണ്. ചില ആളുകൾ ഇങ്ങനെ നോക്കുമ്പോൾ ജ്വല്ലറിക്കാരാണെന്നുണ്ടെങ്കിൽ ഓരോ പെണ്ണിനിങ്ങനെ നോക്കും, ഓളമേത്ത് വളയില്ലല്ലോ, ഓളമേത്ത് ചെയിനില്ലല്ലോ, അതെന്താ അവൾ എടുക്കാത്തത്. അങ്ങനെ ഓരോരുത്തരും നോക്കൽ ഓരോ കാര്യത്തിലായിരിക്കും. അല്ലെങ്കിൽ ഒരു പാർട്ടി ജ്വല്ലറിയിലേക്ക് കയറി വരുമ്പോൾ ഇയാൾ പൈസക്കാരനാണോ അല്ലയോ, അയാൾ ബേജാറിലാണോ അല്ലയോ, ഇതൊക്കെ ആയിരിക്കും ഇയാളുടെ ചിന്ത ഉണ്ടാവുക. ഓരോ മേഖലയിലെ ആളുകളും ആ മേഖലയിൽ ഉണ്ടാവുക. അതുകൊണ്ട് പൊതുധാരയെക്കുറിച്ചിട്ട് ചിലപ്പോൾ വേണ്ട രീതിയിലുള്ള അറിവുണ്ടാകാം, പക്ഷെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്രത്യേക വിവേചനമോ വിവേകമോ ഉണ്ടാകണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മഹല്ല് ഒരുമിച്ച് കൂടുമ്പോൾ സർവോന്മുഖമായി അതിനെ കാണുക എന്നതാണ്. എല്ലാ അർത്ഥത്തിലും അതിനെ ദർശിക്കുക എന്നതാണ്. അതിലെന്തൊക്കെയുണ്ട്? ഞാൻ ആദ്യമേ പറഞ്ഞതിലേക്ക് പോകാം. നമ്പർ 1, ഓരോ മുസൽമാനുമായി തീരേണ്ടത് ദാഴികളായി തീരുക എന്നതാണ്. അഥവാ പ്രബോധകരാവുക. എല്ലാവർക്കും അതിന് പറ്റുന്നില്ല എങ്കിൽ, എല്ലാവരും ആകേണ്ടതാണ്, പക്ഷെ പറ്റുന്നില്ല എങ്കിൽ പ്രബോധനം ചെയ്യുന്ന ഉലമാക്കളുടെ കീഴിൽ നമ്മൾ ഉണ്ടാവുക എന്നതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് ഈ ഇരിക്കുന്ന ഓരോ ആളുകളും ഉണ്ടാവുക എന്നതാണ്. ഇതേപോലെ തന്നെ വാഫി പ്രസ്ഥാനത്തിൻ്റെ കോഴ്സുകൾ നടക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ ഉണ്ടാവുക എന്നതാണ്.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശാലമായ കാഴ്ചപ്പാടോടുകൂടി മാനവരാശിയെ കാണുക എന്നതാണ്. അപ്പൊ പ്രബോധനമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും. നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന പ്രബോധന രംഗത്ത്? നാളെ നമ്മൾ മരിച്ചു പോയാൽ ഇയാളെ കൊണ്ട് കുറച്ചെങ്കിലും നന്മ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് അത് ഏതിലൂടെയോ നേരിട്ടോ യൂട്യൂബിലൂടെയോ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടാകും? അത് പ്രബോധനമാണ്. ചില ആളുകളൊക്കെ മരിച്ചാൽ എത്ര ആളുകൾ പ്രാർത്ഥിക്കാനുണ്ടാവും? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞ സമയം രാവിലെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം പോകുന്ന സമയത്ത് പിന്നെ മലപ്പുറത്ത് നിന്ന് പാണക്കാട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. പ്രഗത്ഭരായ പല ആളുകളും വഴിയിൽ തങ്ങേണ്ടി വന്നു. എത്രയോ ആളുകൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ജീവിച്ചൊരു മഹാമനീഷിയായതുകൊണ്ട് ഒന്ന് കണ്ടുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ, അവിടെ എത്തിക്കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ പോയി. അത്രമാത്രം ആളുകൾ ഉണ്ടാകണം നമ്മൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ. കാരണം അവിടെ കൂടിയില്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിദ്യാർത്ഥികൾ ഉണ്ടാകണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്ത്രീകൾ ഉണ്ടാകണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകണം. എല്ലാവർക്കും പ്രഭാഷകരോ വലിയ ആൾക്കാരൊന്നും ആകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പ്രഭാഷകർ അത്ര വലിയ ആൾക്കാരാണെന്ന് നിങ്ങൾ ധരിക്കണ്ട. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, കാരണം അദ്ദേഹം നന്നായിട്ട് സംസാരിച്ചിരുന്ന ആളാണ്. 10 വർഷം പിന്നീട് ഇറാഖ് വിട്ടിട്ട് പോയി ഒരുപാട് യാത്രകൾ നടത്തി തിരിച്ചു വന്നപ്പോൾ മൗനമാണ് ഇപ്പോൾ എൻ്റെ പ്രഭാഷണം എന്ന് പറഞ്ഞ ആളുടെ പേരാണ് അബു ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. അബു ഹാമിദ് അൽ ഗസാലി മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങോട്ട് വന്ന അതേ ദിവസമാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പോയത്. അത് ചരിത്രത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. അതിനെക്കുറിച്ചാണ് അല്ലാമ ഇക്ബാൽ എഴുതുന്നത്, ഒരു സൂര്യൻ ഉദയം കൊണ്ടു മറ്റൊരു സൂര്യൻ അസ്തമിക്കുകയും ചെയ്തു എന്ന്. ഇറാഖിൽ നിന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പോയ അതേ ദിവസത്തിലാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇറാഖിലേക്ക് വരുന്നത് എന്ന് നിങ്ങൾക്ക് ഒരുപാട് പുസ്തകങ്ങളിൽ കാണാൻ പറ്റും. ഇതേപോലെ മറ്റൊരു സംഭവമാണ്, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായ അതേ ദിവസത്തിലാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ജന്മമെടുക്കുന്നത് എന്നും നമുക്ക് പുസ്തകങ്ങളിൽ കാണാൻ പറ്റും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ചില നിയോഗങ്ങളാണ്, അള്ളാഹുവിൻ്റെ ചില രീതിശാസ്ത്രങ്ങളാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്നു, അതേ ദിവസം തന്നെ അള്ളാഹു വലിയ ഒരു സൂര്യന് ഉദയം കൊള്ളിക്കുന്നു. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ചെയ്തത് പ്രബോധനങ്ങളാണ്. മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ബന്ധപ്പെട്ട 3 കിതാബുകളുണ്ട്. ഞാനിപ്പോൾ അതിങ്ങനെ ഒരു അധ്യാപകന്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ കേവല അധ്യാപകനല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അധ്യാപകന്റെ. കുറച്ച് മുമ്പ് അത് നോക്കിയിരുന്നു, ഒരു 17-18 വയസ്സുള്ള സമയത്ത്. അതിനുശേഷം ഇപ്പോൾ കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫുത്തൂഹുൽ ഗൈബും ഫത്തുഹുർ റബ്ബാനി മുന്നത്തു താലിബീനും സത്യത്തിൽ ആളുകളെ ഒന്ന് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ മോഹിക്കാറുണ്ട്. കാരണം അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യാറില്ല. മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് നമ്മൾ ധാരാളം ചർച്ച ചെയ്യുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള മാലകളും ബൈത്തുകളും പാട്ടുകളും പാടുന്നു. പക്ഷേ മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നേരിട്ട് പറഞ്ഞ സംഭവങ്ങളുണ്ട്. അത് ഫുത്തൂഹുൽ ഗൈബിലുണ്ട്, ഫത്തുഹുർ റബ്ബാനിയിലുണ്ട്, ഉന്നത്തു താലിബിലുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. സ്വന്തം മകനോട് തൗഹീദ് പറയുന്ന ഒരു ലോകത്തെ നമ്മൾ അവിടെ പരിചയപ്പെടേണ്ടി വരും. സ്വന്തം മകനോട് കൊടുക്കുന്ന ഉപദേശമുണ്ട്. മോനെ, എനിക്ക് നിന്നോട് പറയാനുള്ളത് ലുക്മാനുൽ ഹക്കീം അലൈഹി സ്വലാത്തു വസ്സലാം അലൈഹി റഹ്മത്തുള്ളാഹി അലൈഹി മകനോട് പറഞ്ഞ അതേ ഉപദേശമാണ്. അല്ലാഹുവിൽ നീ ശിർക്ക് വെക്കരുത് എന്ന ഉപദേശം. നീ എൻ്റെ മോനാണ് എന്നതുകൊണ്ട് സ്വർഗത്തിൽ രക്ഷപ്പെടുമെന്ന ചിന്ത നിനക്കുണ്ടാകരുത്. അവിടെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് എന്തെന്ന് ചോദിച്ചാൽ, മോളെ, നീ എൻ്റെ മകളാണ് എന്നതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിക്കില്ല, നിന്റെ അമലുകൾ ശരിയായാലല്ലാതെ, ബന്ധങ്ങളുടെ പേരിൽ